ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആര് തന്നെ ആയിട്ടുണ്ടെങ്കിലും അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതുപോലെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ നമ്പർ ആഡ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പേഴ്സണെയും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരാം. നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യാം. അവരെന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. പേജ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ് കാർഡ് റിവേഴ്സ്ഡ് ആണ്. എന്താണ് അവൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ റിവേഴ്സ്ഡ് ആണ്. ആൻഡ് 9 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. 9 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ്. എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ദ ഹെർമിറ്റ് കാർഡ്, ദ ലവേഴ്സ് കാർഡ്, ടെമ്പറൻസ്. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോർട്സും റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. ഫൈനലി ഒരു കാർഡ്. ഓക്കെ, 2 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ സ്റ്റാർ കാർഡാണ്. ഓക്കെ ഓക്കെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം കുറച്ച് സ്പേസ് വേണം. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വേണം. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം. ഇനിയിപ്പോ ഇന്ന റിലേഷൻഷിപ്പിൽ പോകുന്നവര് കുറച്ചൊരു എന്താ പറയാ, നിങ്ങൾ അത്രയും വലിയ ചേർച്ചയിൽ പോകുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ നല്ല രീതിക്ക് പോകുന്നതാണെങ്കിലും ചെറിയൊരു തട്ടലും മുട്ടലൊക്കെ ആണ് ഉള്ളതെങ്കിൽ പോലും അവര് നിങ്ങളടുത്ത് സ്ട്രോങ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എനിക്ക് കുറച്ച് സ്പേസ് തരൂ. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇടവേള തരൂ, അല്ലെങ്കിൽ ഒരു സ്പേസ് തരൂ, ഒരു ബ്രേക്ക് തരൂ എന്ന് അവർ സ്ട്രോങ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പോകുന്നത് ഒരു അടിയിലേക്കായിരിക്കാം. അതായത് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവുന്നത് ഒരു ഭൂകമ്പമായിരിക്കും. നിങ്ങളെ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിട്ടുതരില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവര്. ഇനിയിപ്പോ നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താണ് റീസൺ എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ അറിയായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബ്രേക്കപ്പ് ആയി പോകുന്നത്, നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നത് എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഒരു എന്താ പറയാ, ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവർ റിപ്ലൈ തരാൻ തയ്യാറല്ല. ഒരു ക്ലാരിറ്റി തരാനും എന്താന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ തയ്യാറല്ല. ഓക്കെ, അവര് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്.
ഒരു റെസ്പോണ്ട് നിങ്ങളടുത്ത് ചെയ്യുന്നില്ല. നിങ്ങൾ ഇനിയിപ്പോ മെസ്സേജ് ഒക്കെ അയച്ച് ഒരുപാട് മെസ്സേജ് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക, കോളിൽ ബ്ലോക്ക് ചെയ്യുക, മെസ്സേജ് ബ്ലോക്ക് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് കടന്നു പോവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുക. അതായത് നിങ്ങൾ കടന്നു പോകുന്ന വഴികള്, നിങ്ങൾ അന്വേഷിക്കുന്ന വഴികള്, നിങ്ങൾ അവരെ എന്താ പറയാ കാണുന്ന, അതായത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്ന എല്ലാ സ്ഥലങ്ങളും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, എന്നാൽ വായി തുറന്നിട്ടൊന്ന് മിണ്ടാനോ അല്ലെങ്കിൽ എന്താണ് റീസൺ, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് അവർ പറഞ്ഞും തരില്ല. അതുപോലെ ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കുകയാണ്, ഇവിടെ 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ നൈറ്റ് ഓഫ് പെൻഡക്കിൾ, 9 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ കരുതും ഇവര് പോയിട്ടുണ്ടോ, മൂവ് ഓൺ ചെയ്ത് പോയതാണോ, അത് ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടോ, നിങ്ങളോട് ഇഷ്ടമുണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടാകും. ഓക്കെ, അതായത് നിങ്ങൾക്ക് അറിയില്ല ഇവരിപ്പോ പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടോ അതോ പൂർണ്ണമായിട്ട് ഇനി വരുവോ, ഇതൊന്നും നിങ്ങൾക്കറിയില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആണ്. എന്നാ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അവരാണെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതിന് അവർ പറയുന്ന ഒരു കാരണമുണ്ട്. അതായത് ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്, 2 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് സ്റ്റാർ കാർഡാണ്. ഈ പേഴ്സൺ ഇതിനു വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യം, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവേണ്ടതായിട്ടുണ്ട്. അതായത് ചിലപ്പോൾ ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് അവർ നേരിടുന്നുണ്ടാകാം, ചിലപ്പോൾ ഫാമിലിയുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ അവർക്കായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടതോ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പം അതിന് അവരായിട്ട് ചിലപ്പോൾ അവരായിരിക്കാം മുൻകൈ എടുത്ത് എല്ലാം ചെയ്യേണ്ട ഒരാളായിട്ട് വരിക, അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ജോബ് വെച്ചിട്ട് അവർക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നിട്ടും ഈ പേഴ്സണ് വിട്ടു നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ഭയങ്കര അട്രാക്ഷൻ കൂടുതലാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ ഈ പേഴ്സൺ നിങ്ങളടുത്ത് തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കും. അതായത് ഇപ്പൊ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകും. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടൈം അവിടെ കിട്ടില്ല. ഇതൊക്കെ ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. നിങ്ങളടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് തന്നെ നിൽക്കും, നിങ്ങളുടെ ആ സ്നേഹത്തിൽ അലിഞ്ഞു നിൽക്കും എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇടവേള, അല്ലെങ്കിൽ തന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് വേണം ഈ പേഴ്സൺ ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളടുത്ത് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കരുതും ഇങ്ങനെ പോയിട്ട്, അതായത് നമ്മൾക്ക് ഒരു റെസ്പോണ്ട്, നമ്മളടുത്ത് ഒന്നും പറഞ്ഞു തരാത്ത, ഒന്നും റെസ്പോൺസ് ചെയ്യാത്ത ഒരു പേഴ്സൺ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുക ആ പേഴ്സണ് നമ്മളുടെ അടുത്ത് സ്നേഹമില്ല, അല്ലെങ്കിൽ ആ പേഴ്സണ് നമ്മളെ വേണ്ട, ഇങ്ങനത്തെ ചിന്തകളാണ് പൊതുവെ നമുക്ക് ഉണ്ടാവുക. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ എന്ത് സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലും പിരിഞ്ഞു പോകത്തില്ല. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു സെൽഫ് ലവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഇതിനു വേണ്ടി മാത്രമാണ് നിങ്ങളെ മാറ്റി നിർത്തുന്നത്. ഓക്കെ, അവർക്കറിയാം, അവർക്കുള്ളത് നിങ്ങളടുത്ത് ഭയങ്കര സ്നേഹമുണ്ട്, നിങ്ങളടുത്ത് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിരിക്കണം എന്നുള്ളത് ആ പേഴ്സൺ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആ പേഴ്സൺ അത് സാധിക്കില്ല. കാര്യം എപ്പോഴും ഇങ്ങനെ എന്താ പറയുക സ്നേഹിക്കുന്ന ആളടുത്ത് തന്നെ ഇരുന്നോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും, കടമകൾ ഉണ്ടാകും, അവരുടെ ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അവർക്ക് നേരിടേണ്ടി വരും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് കൊണ്ടാണ് അവർ അതൊന്ന് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നിങ്ങളടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചിലവരൊക്കെ കരുതും നിങ്ങളെയും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളടുത്ത് നല്ല രീതിക്ക് നിന്നുകൊണ്ട് അവർക്ക് ഇതൊക്കെ ചെയ്തൂടെ എന്ന് നിങ്ങൾ കരുതും. പക്ഷെ അങ്ങനെ നടക്കില്ല. കാര്യം നിങ്ങളടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും നേടാൻ വേണ്ടി സാധിക്കില്ല. അവരവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം, നിങ്ങളുടെ സ്നേഹത്തിൽ ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും അവർക്ക് നന്നായിട്ട് അറിയാം. അതായത് അവരവരുടേതായിട്ടുള്ള ടൈം കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾക്കും കൂടി സമയം തന്നാൽ നിങ്ങൾക്ക് മാത്രം സമയം തരുന്ന ഒരു സിറ്റുവേഷൻ അവർ നേരിടും. അവിടെ അന്നത്തെ ആ ഒരു ദിവസം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോവും. ഓക്കെ, അത് ഈ സ്നേഹം മാത്രമായി പോകും, ഇങ്ങനെ ഒരു പൈങ്കിളി മാത്രമായി പോകും എന്നുള്ളത് അവർക്ക് നല്ല രീതിക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ നിങ്ങളടുത്ത് നിന്നിട്ടും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്.
ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും എനിക്കറിയാം ഇതിന്റെ താഴെ വന്നിട്ട് ചിലവർ കമന്റ്സ് ഇടും, ഇല്ല പേഴ്സൺ പൂർണ്ണമായിട്ട് പോയതാണ്, ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും ഇല്ല. അവരുടെ ഈ ഒരു എനർജി, ഇപ്പോഴുള്ളൊരു എനർജി അവർക്ക് വേണ്ടത് ഒരു ബ്രേക്ക് ആണ്, ഒരു സ്പേസ് ആണ്. ഓക്കെ, അതിന്റെ ഇടയിൽ നിങ്ങളും കൂടി ചെന്നിട്ട് അവർക്ക് കുറച്ചും കൂടി പ്രഷർ കൊടുക്കാതിരിക്കുക. അതുകൊണ്ടാണ് അവർ സൈലന്റ് ആയി നിൽക്കുന്നത്. നിങ്ങളടുത്ത് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് അവർ പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ വേണമെന്ന് പറഞ്ഞ് വന്നിട്ടും ഉണ്ടാവില്ല. ഇത് രണ്ടും ചെയ്യാതെ ഇങ്ങനെ നിങ്ങളടുത്ത് നിന്ന് ഒന്നും പറയാതെ അങ്ങോട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകാം. അതിനർത്ഥം നിങ്ങളെ വേണമെന്നാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങളടുത്ത് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വെക്കാതിരിക്കുക. അതായത് നിങ്ങൾ ഓവർ പ്രതീക്ഷ കൊടുക്കുന്നോണ്ടാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ നിങ്ങൾ ഓവർ പ്രതീക്ഷിക്കാതെ നിൽക്കുക. അതുപോലെ ഇത് സ്റ്റാർ കാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റാർ കാർഡ് മീൻ ചെയ്യുന്നത് തന്നെ അവരുടെ ലൈഫിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ആണ്. ഓക്കെ, അവര് നിങ്ങളെ കാണുന്നത് ഒരു സ്റ്റാർ ആയിട്ടാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക്. പക്ഷെ അവർ സൈലന്റ് ആയിരിക്കുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ആ പേഴ്സൺ പല കാര്യങ്ങളും ആ പേഴ്സൺ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതായത് അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുണ്ടാകാം. അവരുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു തീർക്കേണ്ട കടമകൾ അവരെ ഇങ്ങനെ ഇതാക്കുന്നുണ്ടാകാം. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എന്തായാലും ഈ പേഴ്സൺ തിരിച്ചു വരും നിങ്ങളുടെ അടുത്തോട്ട്. ഇവർ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ തിരിച്ചു വരും. പക്ഷെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു സമയം താട്ട് എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പേഴ്സൺസിൻ്റെതല്ല. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനുള്ള ആളുകളുടെ റീഡിംഗ് അല്ല ഞാൻ പറയുന്നത്. അല്ലാതെ സ്മൂത്ത് ആയിട്ട് പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി വന്നിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻ ആണെങ്കിൽ അവരുടെ റീഡിംഗ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.